പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം ഒരു കിടന്ന ചോട്ടാണ്. നമസ്കാരം. കൊല്ലസുധിയുടെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം, രണ്ടാമത്തെ ആണ്ട്. അപ്പോൾ സുധിലയത്തിൽ വെച്ച് ചെറിയ രീതിയിലുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ അലിൻ ജോസ് പെരേരയുടെ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധിലയത്തിന്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ടുള്ള ആട്ടം. ഇതിനെ ആട്ടം എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ, ഡാൻസ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഡാൻസിനെ പിന്നെന്തോ വിളിക്കും? ഇതാണോ ഡാൻസ്? ഇയാൾക്കോ ബോധമില്ല. ഒരാളുടെ ഓർമ്മ ദിവസമാണ്. ഈ ലോകത്തില്ലാത്ത ഒരാളെ നമ്മൾ സ്മരിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ്. അന്നേരം അവിടെ പോയി ഇമാതിരി കോപ്രായങ്ങളോ കോമാളിത്തരോ കാണിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം ഈ ഒരു വ്യക്തിക്കില്ല. എന്നാൽ അവിടെ കൂടി നിൽക്കുന്ന വ്യക്തികൾക്കെങ്കിലും അത് വേണ്ടായോ? അറ്റ്ലീസ്റ്റ് കൊല്ലസുധിയുടെ ഫാമിലിക്കെങ്കിലും അത് വേണ്ടായോ? രേണുസുധിക്കെങ്കിലും വേണ്ടായോ? ഇല്ല. അവിടെ നിന്ന് കയ്യും കൊട്ടി ചിരിച്ച് ചിരിച്ച് നിൽക്കുകയാണ്, കളിച്ച് രസിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം ഇയാള് ഡാൻസ് ആട്ടം നിർത്തി കഴിയുമ്പോൾ രേണുസുധിയുടെ വക ഒരു അഭിനന്ദനവും കൂടിയുണ്ട്, രണ്ട് ഉമ്മയും കൂടിയുണ്ട്. ഇതൊക്കെ എന്ത്? ഒരു മര്യാദ വേണ്ട. ഒരു മനുഷ്യന്റെ ഓർമ്മ ദിവസമാണ്. മര്യാദയ്ക്ക് അവിടെ പോയി പങ്കെടുത്തിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക. അത്രയുമാണ് മര്യാദയും ബോധവും ഉള്ളവർ ചെയ്യേണ്ടത്. ആ വീട്ടിലുള്ള ആൾക്കാർക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇല്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാര്യ വന്നല്ലോ, കൊല്ലസുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രേണുസുധിക്കെതിരെ. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാര്യ വന്ന് നടത്തിയ ആ ഒരു പ്രതികരണത്തിന് രേണുസുധി ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അപ്പൊ രേണുസുധിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഈ ഒരു വ്യക്തിയെ രേണുസുധിക്ക് ഒരു പരിചയമില്ല. അപ്പൊ ഏതായാലും നമുക്ക് അവരുടെ ആ ഒരു പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. രേണുവിന്റെ ഫെയിം കാരണമാണോ രേണുവിനെതിരെ പുതിയ ആരോപണങ്ങൾ വരുന്നത്? ഓ അങ്ങനെ അലിഗേഷൻസ് ഒക്കെ, ആരോപണങ്ങൾ ഒക്കെ ആവാലോ. അങ്ങനെ തന്നെയാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് തന്നെ മാങ്ങായുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. എന്തെങ്കിലും അവർക്ക് എറിയാൻ തോന്നണം, എന്നാലേ എറിയത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു പ്രയോജനം ഇല്ലാത്ത മാവിനെ നോക്കി നമ്മൾ ആർക്കും കല്ലെറിയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്ര നാളും കാത്തിരുന്നിട്ട് ഇപ്പോൾ പുതിയ ആരോപണങ്ങളൊക്കെ പൊങ്ങുന്നത്. ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ എനിക്ക് അയച്ചു തരാറുണ്ട് ഓരോന്നൊക്കെ. പുതിയ ആരോപണങ്ങൾ വന്നോട്ടെ, എവിടെ വേണം വന്നോട്ടെ, വരട്ടെ. നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പ്രേക്ഷകർ കുറയും, വന്നോട്ടെ. അതൊന്നും എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാനും ഇല്ല, അറിയത്തുമില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരെപ്പറ്റി എനിക്ക് അറിയില്ല. അത് ആരാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ അത് സുധിയുടെ ലീഗലി ഉള്ള ഭാര്യ അവരാണ്. എനിക്കറിയില്ല. എനിക്ക് സുചേട്ടൻ്റെ വൈഫിനെ അറിയാം, കിച്ചുവിൻ്റെ അമ്മേനെ അറിയാം. ആൾ മരിച്ചിട്ട് 5 വർഷമായി. അറിയാം. വേറെ ആരെയും എനിക്കറിയില്ല. അവരെ കുറിച്ചാണ് അറിയാത്ത ഒരാളെ കുറിച്ചാണ് വന്ന് വോയിസ് ക്ലിപ്പ് ഇടുവോ? അതായത് രേണു, ഞാൻ പറയുന്നത് വെച്ചാൽ അവര് രേണുവിന്റെ കിച്ചുവിന്റെ അമ്മ അല്ലാതെ അതിനുശേഷം എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചോ? നിങ്ങളെ കാണിച്ചോ? പറയുന്നല്ലേ ഉള്ളൂ. എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനാ? എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ വിഷയത്തിലുള്ള രേണുസുധിയുടെ മറുപടി. ഇതിൽ കൂടുതൽ രേണുസുധിക്ക് ഒന്നും പറയാനില്ലെന്നാണ് അവർ പല സ്ഥലങ്ങളിലായിട്ട് പ്രതികരിച്ചത്. മാത്രമല്ല ചെറിയ രീതിയിൽ അവർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. സുധിയുടെ പേര് വലിച്ചിട്ടിട്ട് അവർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. രേണുസുധി പറയുന്നത് ഇപ്പൊ ജീവനോടെ ഇല്ലാത്തൊരു വ്യക്തിയെ പറ്റിയിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് രേണു ഈ റൂമേഴ്സിനൊക്കെ പറയുന്ന മറുപടി. അപ്പൊ രേണുവിന്റെ മറുപടി അനുസരിച്ച് രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ രേണുവിന് ഒരു പരിചയവുമില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ രണ്ടാമത്തെ ഭാര്യയുടെ ആ ഒരു വോയിസ് റെക്കോർഡ് വന്നല്ലോ, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവർ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവര് പറയുന്നു പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാം. അറിയാം എന്ന് പറയുന്ന ആൾക്കാരും രംഗത്ത് വന്നിട്ടുമില്ല, ഇത് കൺഫേം ആക്കിയിട്ടുമില്ല. മാത്രമല്ല ഇവരൊരു പ്രൂഫും ഹാജരാക്കിയിട്ടില്ല. അവരുടെ കല്യാണ ഫോട്ടോയോ അല്ലെന്നുണ്ടെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റോ ഒന്നും ഹാജരാക്കിയിട്ടില്ല. ഈവൻ അവരുടെ പേര് പോലും അവര് ആ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം 2 യൂട്യൂബേഴ്സ് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ പേര് കിട്ടിയിട്ടുണ്ട്. വീണ എന്നാണ് അവരുടെ പേര്. വീണ എന്നുള്ള പേര് മാത്രമേ അവർ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അവരോട് ഈ യൂട്യൂബേഴ്സ് കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അല്ലാതെ കൂടുതലായിട്ട് അവരൊന്നും പറയുന്നില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു വശപ്പിശക് മണക്കുന്നു. അപ്പൊ ഏതായാലും ഈ യൂട്യൂബേഴ്സിനോട് സംസാരിച്ച ആ ഒരു വോയിസ് റെക്കോർഡ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ അതെല്ലാവർക്കും പിന്നെ ബോറായിട്ട് തോന്നും. അപ്പൊ ആൾക്കാർ കുറച്ച് പേര് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചില ഫ്രണ്ട്സ്, ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇവരുമായിട്ട് ഒരു ഷൂട്ടിൽ ഏർപ്പെടുകയും അപ്പൊ എന്റെ സുചേട്ടന്റെ ഈ മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു. അപ്പൊ അവരത് ചോദിച്ചു, രേണു ഇത് എനിക്ക് വീണെ അറിയോ, എന്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയാം. അപ്പൊ ഇവർ കാഷ്വലായിട്ട് പറയുമല്ലോ സുചേട്ടന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സുചേട്ടന്റെ സെക്കൻഡ് വൈഫ് ഒന്നുമല്ല, ഇതുപോലെ അവർ ലിങ്ക് ടു സെറ്റപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു 1 വർഷക്കാലം. പിന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ, പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ എന്നെ ഒഴിവാക്കി വിട്ടെ, അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു. അപ്പോൾ ഞാൻ ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാൾ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച, ഫാമിലി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത് പറഞ്ഞു, പോട്ടെ, നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ്, അതുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു, രേണു നീ കാണിക്കുന്നത് ശരിയല്ല, ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല, നിനക്കെന്നല്ല ഞാൻ ആർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ്, ഞാൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇതിപ്പോൾ നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജ് തന്നെയാണ് അയച്ചിട്ടുള്ളത്. ഇല്ല, ആ മെസ്സേജ് നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് പറയുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. പച്ച പരമാർത്ഥമായിട്ടാണ്. ഒരു റിപ്ലൈ തന്നില്ല. ഇല്ല, ഒരു റിപ്ലൈ തന്നില്ല. റീഡാക്കിയിട്ടുണ്ട്, റിപ്ലൈ ഒന്നും തന്നിട്ടില്ല, റീഡാക്കിയിട്ടുണ്ട്. ഒരു റിപ്ലൈ തന്നില്ല. അപ്പം അത് എന്നിട്ടും പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ചെവി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. സുധീയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ആ മോനെ ഇതിനകത്തോട് വലിച്ചിടാൻ താല്പര്യമില്ല. സുധീയുടെ മകൻ ജീവിച്ചിട്ടുണ്ട്, ചേട്ടൻ ജീവിച്ചിട്ടുണ്ട്, ചേട്ടത്തി ജീവിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും ജീവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്യില്ല? എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളാണ്. എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അമ്പലം വരെ ഞാൻ ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് സുധീയുടെ രണ്ടാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കൈപിടി കൂടുന്നില്ല. പക്ഷേ നമ്മൾ ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന നിലവിലെ ഭാര്യയായിട്ടുള്ള അറിയാവുന്നവർക്ക് അറിയാലോ. എന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്. കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്. ഡിവോഴ്സ് പേപ്പറിന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇപ്പോഴും അവർ ആദ്യം പറഞ്ഞ അതേ മറുപടി തന്നെയാണ് പറയുന്നത്. രേണു 1 or 2 സ്ഥലത്ത് അവരെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവര് പബ്ലിക്കിന് മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കൊല്ലസുധിയുടെ പേര് പോലും ഇതിനകത്ത് വലിച്ചിട്ട് ഇപ്പൊ ജീവനോടെ ഇല്ലാത്ത ഒരാളെ നാണം കെടുത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. രേണു സുധിക്ക് ഒരു മറുപടി, രേണു സുധിക്ക് ഒരു താക്കീത് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവർ രംഗത്ത് വന്നേക്കുന്നത്. അല്ലാതെ ഇവർ ബാക്കിയുള്ള കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ തയ്യാറല്ല. വിവാഹ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നില്ല, ഇവർ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്, ബ്ലർ ചെയ്ത് കാണിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവർ അതൊന്നും തരാൻ തയ്യാറല്ല. അവർ പബ്ലിക്കിന് മുമ്പിൽ ഇത്തരം തെളിവുകളൊന്നും ഹാജരാക്കാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഇവരൊരു തെളിവുകൾ ഹാജരാക്കുന്നില്ല, വെറുതെ വന്ന് പബ്ലിക്കിന് മുമ്പിൽ ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു. എന്നിട്ട് പറയുന്നു കൊല്ലസുധിയുടെ വീട്ടുകാർക്കൊക്കെ അറിയാം, അവര് ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവര് മിണ്ടുവോ? ഈ കൊല്ലസുധിയുടെ വീട്ടുകാർ ഇന്നേ വരെ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും പ്രതികരിച്ചിട്ടില്ല. ആകപ്പാടെ പ്രതികരിക്കുന്നത് കിച്ചു മാത്രമാണ്. രേണു ഒഴികെ ബാക്കിയുള്ളത് കിച്ചു മാത്രമാണ്. ബാക്കി ആരും തന്നെ അങ്ങനെ പ്രതികരണവുമായിട്ടൊന്നും വന്നിട്ടില്ല. അവരങ്ങനെ വരത്തില്ല. അവരുടെ മോനെ കുറിച്ച് ഇങ്ങനെ കുറെ ആരോപണം വരുന്നു, അവർ ലൈം ലൈറ്റിലുള്ള ആൾക്കാരല്ല. അപ്പൊ പിന്നെ അവരെങ്ങനെ വരും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അവർ റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെയാണ് പറയുന്നത്. ഇവരുടെ ഭാഗത്ത് ജെനുവിനിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവർ പറയുന്നത് ഹോണസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇവർ പബ്ലിക്കിന് മുമ്പിൽ ഡയറക്റ്റ് ആയിട്ട് ഇതൊക്കെ ഹാജരാക്കാൻ തയ്യാറാകണം. അല്ലാതെ നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എന്ന് പറയുമ്പോൾ ഉള്ള ഇവരുടെ മറുപടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് മിനിറ്റ്, ആർക്കാണ് തെളിവ് വേണ്ടത്? നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ഈ പേഴ്സണലി നമ്പർ അവർക്ക് കൊടുക്കുക. മനസ്സിലായോ? ഈ പേഴ്സണലി നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. അതെനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് മാധ്യമങ്ങളിലുള്ള ഈ തുക്കടാക്കിയ ആൾക്കാർക്ക് എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളിലുള്ള തുക്കട ആൾക്കാർക്കല്ല, ജനങ്ങളാണ് ഇത് കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ജനങ്ങളല്ലേ ഇത് കാണുന്നത്. നേരിട്ട് വരാൻ പറയൂ. ഒരുപാട് പേര് ഇത് കാണുന്നതല്ലേ, എല്ലാവർക്കും ഇത് വന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നത്. ഈ ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ സംഭവം ഇട്ടത്. കാര്യം പുള്ളിക്കാർ ഇത് പറഞ്ഞതിന് ശേഷം രേണു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിച്ച് പുള്ളിക്കാരത്തിയുടെ മാരേജ് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ കയ്യിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ വരന്റെയും വധുവിന്റെയും 2 ഫോട്ടോ പിടിപ്പിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു സീലും ചെയ്തിട്ട് അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത്. ഞങ്ങളുടെയൊക്കെ കയ്യിരിക്കുന്ന ആരെയും ബോധ്യപ്പെടുത്താനല്ല, പിന്നെന്തോത്തിനാ പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിച്ചത്? ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, ജനങ്ങളെ കേൾപ്പിക്കാനല്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ സംസാരിക്കേണ്ട കാര്യമില്ല. രേണുസുധിയെ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ട് രേണുസുധിക്ക് ഒരു താക്കീത് കൊടുത്താൽ പോരെ? രേണുസുധിക്ക് ഉള്ളൊരു മറുപടിയാണ്. അങ്ങനെ രേണുസുധിക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ രേണുസുധി എവിടെയെങ്കിലും വെച്ച് കാണുക, അല്ലെങ്കിൽ രേണുസുധിയുടെ നമ്പറൊക്കെ കിട്ടാൻ ഇപ്പോൾ എളുപ്പമാണ്. രേണുസുധിയുടെ നമ്പർ എടുത്തിട്ട് രേണുസുധിയോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു.
അല്ലെങ്കിൽ 1-2 പേരെ വിളിച്ച് വരുത്തിയിട്ട് രേണുസുധിയോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയണം. ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ടൊരു വോയിസ് റെക്കോർഡ് അങ്ങ് ഇടുകയാണ്. ഞാൻ സുധിയുടെ 2ാമത്തെ ഭാര്യയാണ്, എൻ്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും പ്രൂഫും ഉണ്ട്, രേണുസുധി അങ്ങനെ ചെയ്തു, സുധിയെ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു, സുധിയും തമ്മിൽ അവിഹിതമായിരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് നിരത്തുന്നു. എന്നാൽ ഇവർക്ക് തെളിവുകളൊന്നും ഹാജരാക്കാൻ ഒരു താല്പര്യവും ഇല്ല താനും. പിന്നെ ഇവരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവർ പറയുന്നതൊക്കെ ഇപ്പോഴും കള്ളമാണ് എന്ന് വിശ്വസിക്കാനേ നമുക്ക് നിവർത്തിയുള്ളൂ. അതുകൂടാതെ തന്നെ രേണുവിന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ആദ്യത്തെ കല്യാണത്തെക്കുറിച്ചും കുറെ റൂമേഴ്സ് വന്നു. അതിനെ പറ്റിയിട്ടും വലിയ തെളിവുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. 1-2 കമന്റ്സ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഇത്തരം റൂമേഴ്സും ഇങ്ങനെയുള്ള വോയിസ് റെക്കോർഡൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ ഹാജരാക്കണം. അല്ലാതെ ഉടനെ പറയുവാണ് ആർക്കാണ് അറിയേണ്ടത്, അവരിങ്ങോട്ട് വന്നാൽ മതി, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കണം. നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നമുക്ക് ബ്ലർ ചെയ്ത് വെക്കാമല്ലോ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാമല്ലോ. ഇതിനൊന്നും ഇവര് തയ്യാറല്ല. ചുമ്മാ വന്ന് എന്താണ്ടൊക്കെ പറഞ്ഞിട്ട് പോയി. ഇതാണ് അവർ ചെയ്തത്. അതിലൂടെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഏതായാലും ഈ ഒരു റൂമറിന്റെ അവസാനം എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ.